ഈ സവാളയും ഈ കിടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾക്കൊരു തോന്നൽ വരാമല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞു തരാം, നല്ല കിടിലൻ സാധനം തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കി വന്നപ്പോൾ ഈ ഒരു രീതിയായിട്ടോ. അപ്പോൾ രാവിലെ വീട്ടിൽ കറി വയ്ക്കാൻ മേടിച്ച ബീഫും കൊണ്ട് ഒരുത്തൻ രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വിഷ്ണുചേട്ടനാണ്. അപ്പോൾ വിഷ്ണുചേട്ടനൊരാഗ്രഹം, ഇത് വെച്ചിട്ട് നമുക്കൊരു സ്റ്റീക്ക് ഉണ്ടാക്കി നോക്കാമെന്ന്. എന്നാൽ പിന്നെ ഞങ്ങളും റെഡി എന്ന് പറഞ്ഞു. അപ്പോൾ അതേ പുള്ളി തന്നെ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ബട്ടറൊക്കെ മെൽറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓവനിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്യണേ. സത്യത്തിൽ ഇതെല്ലാം തന്നെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ആൾ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞു. കുറച്ചൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതേ ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അങ്ങനത്തെ നമ്മുടെ ബീഫ് റെഡി, മെൽറ്റ് ചെയ്ത ബട്ടർ റെഡി. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ്, കുരുമുളക്, ഇത്രയും കാര്യങ്ങളാണ് ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പ് നമുക്ക് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടു, പിന്നെ പോരായിക പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇട്ടു കേട്ടോ. അങ്ങനത്തെ ബട്ടർ മെൽറ്റ് ചെയ്ത ബട്ടറും നമ്മൾ ചേർത്ത് കൊടുത്ത് കുറച്ച് കുരുമുളകും കൂടി തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സംഗതികളെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല സ്റ്റൈലനായിട്ടൊന്ന് ഇളക്കി നോക്കിയതാണ്. അതത്ര സെറ്റായില്ല. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കൈകൊണ്ട് നല്ല അലമ്പിയ രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞൊരു ഫോർക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് മൊത്തത്തിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് സമയം ഫ്രീസറിൽ വെക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അരമണിക്കൂർ എന്ന് പറഞ്ഞു വെച്ച് തുടങ്ങിയതാണെങ്കിലും വേറെ ഓരോ പരിപാടിയായിട്ട് ഓരോരുത്തരായിട്ട് പോയി. അത് കാരണം കൊണ്ട് തന്നെ അരമണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആയിട്ടാണ്. ഇതിനിടയ്ക്ക് ഓരോരുത്തർ ജോലിക്കും ഓരോരുത്തർ വീട്ടിലും ഞങ്ങളിതേ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി. എൻ്റെ അമ്മയും വന്ന് ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ടോ. അങ്ങനെ ഇതേ ഫ്രീസറിൽ നിന്ന് എടുത്ത നമ്മുടെ ഈ ഒരു സ്റ്റീക്ക് കുട്ടന്മാരെ നമ്മളിതേ ഒരു പാത്രത്തിലല്ല എയർ ഫ്രയറിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദേ ഇതിലേക്ക് വെച്ചതിന് ശേഷം ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം 6 മിനിറ്റ് 20 ഡിഗ്രിയിൽ 6 മിനിറ്റ് എന്നാണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നതെങ്കിലും അത് വേവാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടതോടുകൂടി ഞങ്ങൾ ടെമ്പറേച്ചറിലൊക്കെ ലേശം വ്യത്യാസമൊക്കെ വരുത്തി ഒരു 20 മിനിറ്റൊക്കെ ആക്കിയിട്ടാണ്. അങ്ങനെ ഒരു വട്ടം നമ്മളിതൊന്നും എടുത്ത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് കരുതി നോക്കി. ആ സമയത്ത് സംഗതി വെന്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് ഞങ്ങൾ വീണ്ടും ഒന്ന് വെച്ചു കേട്ടോ. അതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വെളുത്തുള്ളി എല്ലാം ചേർത്തത്. കാരണം വെളുത്തുള്ളിക്ക് അത്ര വേവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളിത് ലാസ്റ്റ് ചേർത്താൽ മതി, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കാമെന്ന് ഓർത്തിട്ട് ഈ രീതിയിൽ ഞങ്ങളും വെച്ച് കൊടുത്തു കേട്ടോ. നമ്മുടെ കയ്യിൽ റോസ്മേരിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് നമ്മൾ അതൊന്നും വെച്ചിട്ടില്ല. കുറേ ഫോൾട്ടുകളൊക്കെ വന്നിട്ടുണ്ട്, എങ്കിലും കൊള്ളാം. അങ്ങനെ ഞങ്ങളത് വീണ്ടും എടുത്ത് വെച്ച് കുറച്ചുകൂടി സമയം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഫൈനലി വൈകുന്നേരം ആവാറായപ്പോൾ ഞങ്ങളിത് തുറന്നു നോക്കിയത് കുറച്ച് നേരം അതല്ലാത്ത വെറുതെ ഇരുന്നു കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ശരിക്കും പറഞ്ഞൊരു ബിസ്ക്കറ്റ് പോലെ ആയിട്ടുണ്ടായിരുന്നു. ഇനിയാണ് ശരിക്കും പറ്റിയത്. വേറൊന്നും കൊണ്ടല്ല, നല്ലതായിട്ട് വെന്തു പോയിട്ടുണ്ട്. വേവല്ലായിരുന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ഇടിയിറച്ചി പാകമായി എന്ന് തന്നെ പറയാം. പക്ഷേ ഞങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു. ഞങ്ങളിത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് മയോണൈസും ചേർത്തു. പിന്നെ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് ഒരു ഡെക്കറേഷൻ പോലെയൊക്കെ വെച്ച് ഈ രീതിയിലാണ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. കുഴപ്പമില്ല, നല്ല രീതിക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് വേവിച്ച് കഴിക്കണം എന്നുള്ളപ്പോൾ നമുക്ക് ഈ രീതിയിൽ കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നെനിക്ക് തോന്നി. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.